പിറവിക്കാലം 1-ാം തിങ്കൾ. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഈജിപ്തിലേക്കുള്ള പലായനം. പൂജരാജാക്കന്മാർക്ക് സംഭവിച്ച ഒരു പിഴവിന്റെ പരിണതഫലം 3 വയസ്സിന് താഴെയുള്ള ബത്ലഹേമിലെ 3000-ലധികം വരുന്ന ആൺകുട്ടികളുടെ വധമാണ്. കാരണം പൂജരാജാക്കന്മാർ അന്വേഷിച്ചത് എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവനെന്നാണ്. ഇത് കേട്ട് ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. കാരണം അധികാരം പിടിച്ചു നിർത്താൻ എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിക്കാത്തവനാണ് ഹെറോദേസ് എന്നവൻ തെളിയിച്ചിട്ടുള്ളതാണ്. മഹാനായ ഹെറോദേസ് എന്നാണ് അവൻ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. എന്നിരുന്നാലും റോമൻ ചക്രവർത്തിയായ സീസറിൽ നിന്ന് യൂദാ പ്രദേശം ഭരിക്കാൻ അധികാരം സ്വീകരിച്ചവൻ മാത്രമായിരുന്നു ഹെറോദേസ്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും രാജ്യം മുഴുവൻ ജലസമൃദ്ധി നൽകിയ ജലസംഭരണിയുടെ നിർമ്മാണവും ജെറുസലേം ദേവാലയം തുടങ്ങി ദേശത്തുള്ള സകല ക്ഷേത്രങ്ങളുടെയും പുനർനിർമ്മാണമൊക്കെ അവനെ ഏറെ പ്രശസ്തനാക്കി. പക്ഷേ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി സ്വന്തം മക്കളെ പോലും കൊല നടത്തിയവനാണവൻ. തൻ്റെ അന്ത്യനാളുകളിൽ തനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാൻ ആരും ഉണ്ടാകില്ലെന്ന് ഭയന്നതിനാൽ അന്നേ ദിവസം നാട്ടിലുള്ള എല്ലാ പണ്ഡിതരെയും കലാകാരന്മാരെയും കൊല ചെയ്യണമെന്ന് അവർ ചട്ടം കെട്ടിയിരുന്നത്രേ. അങ്ങനെയുള്ള ഹെറോദേസ് യൂദന്മാരുടെ രാജാവായി പിറന്നവനെ എന്ത് ചെയ്യുമെന്ന് ജെറുസലേമിന് അറിയുന്നത് കൊണ്ടാണ് അവർ അസ്വസ്ഥരായത്. അത് ശരിയായി സംഭവിക്കുകയും ചെയ്തു. പക്ഷേ മാലാഖയുടെ മുന്നറിയിപ്പിലൂടെ ഹെറോദേസിനെ കണ്ടെത്താത്ത 600 കിലോമീറ്റർ അകലെയുള്ള ഈജിപ്തിലേക്ക് കുഞ്ഞിനെയും അമ്മയും ജോസഫ് രക്ഷപ്പെടുത്തിയിരുന്നു. സ്വാഭാവികമായും ആർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഉണ്ണിയേശുവിനേക്കാൾ വെറും 6 മാസം മാത്രം പ്രായം കൂടുതലുള്ള യോഹന്നാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത്. മറിയം എലിസബത്തിൽ സന്ദർശിക്കുന്നത് ഏറെ ഉൾപ്രദേശത്തുള്ള ഒരു മലമ്പ്രദേശത്താണ് എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ആ പ്രദേശത്ത് ദൈവത്തിന്റെ പൂർണ്ണ സംരക്ഷണം ഉണ്ടായി കാണും. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന പ്രവചനം പൂർത്തിയാകണമല്ലോ. അതിനെ തുടർന്ന് അനേകം നിഷ്കളങ്ക കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുമെന്നതും പ്രവചനം പൂർത്തിയാകണമാണ്. റാഹേൽ അവളുടെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു. ഇത്തരം ദുഃഖ ദുരിതങ്ങളിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക പദ്ധതി ഇന്നും നിഗൂഢമാണ്. തീർച്ചയായും ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെ യേശുവിന്റെ ആദ്യ രക്തസാക്ഷികളാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് കശാപ്പ് ചെയ്യപ്പെടുന്ന നിഷ്കളങ്ക കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ?